Hi friends, welcome back to ShiRazMedia. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ റേഷൻ കാർഡിൽ നിന്നും ഒരു അംഗത്തെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. സാധാരണഗതിയിൽ റേഷൻ കാർഡിൽ നിന്നും അംഗങ്ങളെ റിമൂവ് ചെയ്യേണ്ടത് വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റോ സ്ഥിരതാമസത്തിന് വേണ്ടി പോവുക, അല്ലെങ്കിൽ ഒന്നിലധികം റേഷൻ കാർഡിൽ പേരുണ്ടാകുക, അല്ലെങ്കിൽ മരണപ്പെടുക തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇത് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പം നമുക്ക് സ്വന്തമായി തന്നെ ഈ ഒരു പ്രോസസ്സ് മുഴുവനായും ഓൺലൈൻ വഴി ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളിതിന് വേണ്ട ആപ്ലിക്കേഷൻ സമർപ്പിച്ച് ഓൺലൈൻ വഴി അതിൻ്റെ പേയ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സപ്ലൈ ഓഫീസിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ അപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി വരുന്നതിന് ഏകദേശം ഒരു 15 ദിവസം വരെയൊക്കെ സമയമെടുക്കും. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞതിന് ശേഷം ആ ഒരു അംഗത്തിൻ്റെ പേര് നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് റിമൂവ് ആകുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ സ്മാർട്ട് റേഷൻ കാർഡ് ഓൺലൈൻ വഴി സ്വന്തമായിട്ട് നേരിട്ട് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. സ്മാർട്ട് റേഷൻ കാർഡ് എങ്ങനെ സ്വന്തമായിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ചാനലിൽ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കാണാവുന്നതാണ്. അതുപോലെ തന്നെ റേഷൻ കാർഡിലെ പേരിലെ തെറ്റ് തിരുത്തുന്നത്, മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുന്നത്, കാർഡ് ഉടമയുമായുള്ള ബന്ധം, വയസ്സ് അഥവാ ജനന തീയതി തിരുത്തുന്നത്, അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് തുടങ്ങിയ വീഡിയോകൾ മുമ്പ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് റേഷൻ കാർഡിൽ നിന്നും അംഗത്തെ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ള വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്ത് സെർച്ച് ബാറിൽ സിവിൽ സപ്ലൈസ് കേരള എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ റിസൾട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും. ഇതിൽ ഒന്നാമത്തേത് കാണുന്നത് തന്നെ സിവിൽ സപ്ലൈസ് കേരള .gov.in എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ കാണാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ലാംഗ്വേജ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ വിൻഡോയിൽ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ നിന്ന് നമ്മൾ സിറ്റീസൺ ലോഗിൻ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് അക്ഷയ, സിറ്റിസൺ എന്നിങ്ങനെ 2 ഓപ്ഷൻസ് കാണാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് സിറ്റിസൺ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് സിറ്റിസൺ ലോഗിൻ ചെയ്യാനുള്ള പേജാണ്. നിങ്ങൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെയുള്ള ന്യൂ ടു ഈ സർവീസസ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നുള്ള ഈ ബട്ടൺ ഉണ്ട് താഴെയുള്ള. അപ്പോൾ നമ്മൾ അതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഈ സർവീസസുകൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ മുമ്പത്തെ വീഡിയോകളിലൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ കണ്ടുകൊണ്ട് ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തൊരു യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ലോഗിൻ ചെയ്യാനായിട്ട് പോകാം. അതിനുശേഷം നമ്മളിവിടെ യൂസർ ഐ ഡി എന്നുള്ള കോളത്തിൽ നമ്മുടെ യൂസർ ഐ ഡിയും അതിന് താഴെയുള്ള പാസ്വേഡ് എന്നുള്ള കോളത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തുള്ള പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കോളത്തിൽ ക്യാപ്ച എന്നുണ്ട്. അതിന് വലതുവശത്ത് തന്നിട്ടുള്ള കോളത്തിലെ കോഡ് അതുപോലെ തന്നെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സൈൻ ഇൻ എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മൾ ഇങ്ങനെയുള്ളൊരു ഹോം പേജിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമ്മൾ സൈൻ ഇൻ ചെയ്യുന്നതോടുകൂടെ നമ്മൾക്ക് വന്നിട്ടുണ്ടായിരിക്കാം. ഇവിടുന്ന് മുകളിൽ കാണുന്ന ഈ സർവീസസ് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓൺലൈൻ സേവനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഈ സർവീസസ് എന്നുള്ള ഈ ഓപ്ഷനിലാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ പ്രസ് ചെയ്യുന്നതോടുകൂടെ ഇങ്ങനെ ഒരു വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ കൊടുത്തുള്ളത്. അപ്പോൾ നമ്മളത് ഒന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല, അത് മുമ്പത്തെ വീഡിയോകളിലൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കുക നിങ്ങൾ. അതിനുശേഷം ആ ഒരു വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു വിൻഡോയിൽ സർവീസസ് ഓഫ് കാർഡ്, സർവീസസ് ഓഫ് ഫാമിലീസ്, അതർ സർവീസസ് എന്നിങ്ങനെ 3 ഓപ്ഷൻസ് കാണാം. അതിൽ ഒന്നാമത്തേതിൽ സർവീസ് ഓഫ് കാർഡ് എന്നുള്ളത് കാർഡ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളാണ് വരുന്നത്. രണ്ടാമത്തേത് സർവീസസ് ഓഫ് ഫാമിലീസ് എന്നുള്ളതാണ്. അതിലാണ് നമ്മുടെ മെമ്പേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ വരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ 3ാമത്തെ ഓപ്ഷൻ ഉണ്ട് റിഡക്ഷൻ ഓഫ് മെമ്പർ എന്നുണ്ട്. അപ്പോൾ നമ്മുടെ മെമ്പർ റിഡക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി റിഡക്ഷൻ ഓഫ് മെമ്പർ എന്നുള്ള ആ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമ്മുടെ റേഷൻ കാർഡിൻ്റെ ഒരു ഡിജിറ്റൽ ഫോം നമുക്ക് ഇതുപോലെ ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ടായിരിക്കും. അതിൽ മുകൾ ഭാഗത്തായിട്ട് റേഷൻ കാർഡ് ഉടമയുടെ ഫോട്ടോ അതുപോലെ തന്നെ ഡീറ്റെയിൽസ്, അംഗങ്ങളുടെ പേര്, വിവരങ്ങൾ എല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ താഴെയായിട്ട് കാണുന്ന റീസൺ എന്നുള്ളൊരു കോളുണ്ട്. അപ്പോൾ നമ്മുടെ റേഷൻ കാർഡിൽ നിന്ന് എന്തൊരു കാര്യത്തിന് വേണ്ടി റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അപ്പോൾ നമ്മൾ അതിൻ്റെ റീസൺ അവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ അവിടെ ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതിൽ കൊടുത്തിട്ടുള്ള റീസണുകളിൽ നിന്ന് എന്താണ് നമ്മൾ റിമൂവ് ചെയ്യാനുള്ള റീസൺ എന്നുള്ളത് നമ്മൾ അതിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യുന്നത് മരണപ്പെട്ട വ്യക്തിയുടെ പേരാണെന്നുണ്ടെങ്കിൽ മരണപ്പെടുക എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. മറ്റു സംസ്ഥാനങ്ങളിൽ പോയ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോവുക എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം നെക്സ്റ്റ് ആയിട്ട് വരുന്നത് സെലക്ട് മെമ്പർ എന്നുള്ളതിൽ മെമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള സേവ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. അവിടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. റെഫറൻസിന് വേണ്ടി നമുക്കിത് നോട്ട് ചെയ്ത് വെച്ച് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നമുക്ക് ആവശ്യമാണ്. ഇതിൽ താഴെയുള്ള ഓക്കെ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് ഈ ഒരു വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അടുത്തായിട്ട് വേണ്ടത് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. അപ്പോൾ നമുക്കത് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇവിടുന്ന് മുകളിൽ കാണുന്ന സെലക്ട് മെമ്പർ എന്നുള്ള ഓപ്ഷനിൽ താഴെയുള്ള ആരോഗ്യം ഉപയോഗിച്ചുകൊണ്ട് അതിൽ നിന്ന് നമ്മുടെ റേഷൻ കാർഡിലെ മെമ്പർ നമ്മൾ റിമൂവ് ചെയ്യാനുള്ള മെമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ചൂസ് സർട്ടിഫിക്കറ്റ് ടൈപ്പ് എന്നുള്ളതിൽ ഈ ഒരു സർട്ടിഫിക്കറ്റ് ഏതാണോ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ളത് അവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ മരണ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി അതിന് താഴെയുള്ള കോളത്തിൽ ബ്രൗസ് എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി മരണപ്പെട്ട വ്യക്തിയാണ് ഒഴിവാക്കുന്നത് എങ്കിൽ നമ്മുടെ മരണ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണ് റിമൂവ് ചെയ്യുന്നതെങ്കിൽ കാർഡ് ഉടമയുടെ സമ്മതപത്രം വേണം. അതിൽ എന്ത് കാരണത്താലാണ് അങ്ങനത്തെ റിമൂവ് ചെയ്യുന്നത് എന്നും വിശദമായിട്ട് എഴുതിയിരിക്കണം. മരണ സർട്ടിഫിക്കറ്റ്, സമ്മതപത്രം തുടങ്ങിയ ഏത് ഡോക്യുമെൻറ്റും നമ്മൾ PDF ഫോർമാറ്റിലാക്കിയതിന് മാത്രമേ ഈ ഒരു സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു PDF ഫോർമാറ്റിലാക്കിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ 100 KB താഴെയുമായിരിക്കണം. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ അപ്ലോഡ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ താഴെയുള്ള അറ്റാച്ച് എന്നുള്ള ഈ ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതോടുകൂടി നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതാണ്. ദ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സേവ്ഡ് ഓക്കെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓക്കെ എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമുക്കിവിടെ വലതുവശത്തായിട്ട് പുതിയൊരു കോളം വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് അവിടെ നമുക്ക് കാണാനായിട്ട് അവിടെ വ്യൂ എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലോഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് പ്രവേശിക്കുന്നതാണ്. ഇവിടെ താഴെയുള്ള പ്രിവ്യൂ എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വെരിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടി നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വരുന്നുണ്ട്. ആർ യു ഷുവർ ഡു യു വാണ്ട് ടു സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൺഫേം ചെയ്യാനാണ്. അപ്പോൾ നമ്മൾ അതിൽ യെസ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ വന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഇൻ ഡ്രാഫ്റ്റ് എന്നുള്ളതിൽ. അപ്പോൾ നമ്മൾ അതിലൊന്ന് ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കണം. അപ്പോൾ നമ്മുടെ താഴെ കാണുന്ന പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രിൻ്റ് എന്നുള്ളതിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുത്തതിൽ ഇവിടെ കാർഡ് ഉടമയുടെ ഒപ്പ് എന്നുള്ള ഈ ഭാഗത്ത് കാർഡ് ഉടമ സൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ കാർഡ് ഉടമയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പോലെ തന്നെ ആ ഒരു സ്ക്രീനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു വിൻഡോയിൽ വന്ന് സൈൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള ബ്രൗസ് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വലതുവശത്തുള്ള അറ്റാച്ച് എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ദ സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സേവ്ഡ് ഓക്കെ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓക്കെ എന്നുള്ള ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഫൈനൽ സബ്മിഷനാണ്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഫൈനൽ സബ്മിറ്റ് എന്നുള്ള ഈ ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതോടുകൂടെ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വരുന്നുണ്ട്, ആർ യു ഷുവർ പ്രൊസീഡ് വിത്ത് ഫൈനൽ സബ്മിഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യെസ് എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ്, നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ് തുടങ്ങിയ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിലൊന്ന് ഓക്കെ എന്നുള്ളതിലൊന്ന് എൻ്റർ ചെയ്തുകൊണ്ട് നമുക്കതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഇവിടെ താഴെയുള്ള പ്രിൻ്റ് എന്നുള്ള ബട്ടണിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ റെഫറൻസിന് വേണ്ടിയിട്ട് ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് അവിടെ നിന്ന് എടുത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇതോടുകൂടെ നമ്മൾ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മരണപ്പെട്ട വ്യക്തിയുടെ ഒരു പേര് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അതുകൊണ്ടാണ് നമ്മൾ പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് പോകാത്തത്. മരണപ്പെട്ട വ്യക്തികളുടേതിന് പേയ്മെൻ്റ് ഇല്ല. മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് റിമൂവ് ചെയ്യുന്നതിന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അതായത് സപ്ലൈ ഓഫീസിൽ നിന്നും അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അപ്രൂവ്ഡ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്മാർട്ട് റേഷൻ കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഈ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ താഴെ നമ്മൾ കൊടുത്തുള്ള ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കംപ്ലീറ്റ് കാണാനായിട്ട് സാധിക്കും. നമ്മൾ മുമ്പ് സബ്മിറ്റ് ചെയ്തുള്ള മുഴുവൻ അപേക്ഷകളും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ നമ്പർ, ഡേറ്റ്, അതിൻ്റെ സ്റ്റാറ്റസ് തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലായിട്ട് ഇപ്പോൾ കൊടുത്ത റിഡക്ഷൻ ഓഫ് മെമ്പർ എന്നുള്ളത് ജസ്റ്റ് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആപ്ലിക്കേഷൻ റിസീവ്ഡ് ആണ് അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് കൊടുത്ത ആപ്ലിക്കേഷൻസ് താഴെയുള്ളത് അപ്രൂവ്ഡ് എന്ന് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ കൊടുത്ത ആപ്ലിക്കേഷൻ അപ്രൂവ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ റേഷൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. തീർച്ചയായും ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ റേഷൻ കാർഡിൽ നിന്നും ഒരു അംഗത്തെ എങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്നതിന് വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇത്തരം ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.